അങ്ങനെ നമ്മുടെ വീണ്ടും ജയിൽ ചട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിസൺ എസ്കേപ്പ് പാർട്ട് 2. ഓക്കെ, അപ്പോൾ മുമ്പത്തെ പാർട്ട് കാണാത്തവർ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്ക് ഇനി കഠിനമായ കുറച്ച് പണികൾ ചെയ്യാനായിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, കാർപ്പറ്റ് മാറ്റണം, തുരക്കം ഉണ്ടാക്കിയിട്ടാണല്ലോ രക്ഷപ്പെടേണ്ടത്. അപ്പോൾ പിന്നെ നമ്മുടെ വേർഡ് എന്താണ്ട് വന്നു നമ്മുടെ പുള്ളിയുമായിട്ടൊരു കച്ചവട ഇടപാടുകൾ നമ്മുടെ ആളാണ് പുള്ളി. നമ്മളായിട്ട് ഇതൊക്കെ വിറ്റ് കുറച്ച് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഒരു 18 എണ്ണം ആയിക്കോട്ടെ. 18 ടോയ്ലറ്റ് പേപ്പർ. ഇവിടെ ക്യാഷ് അല്ല, പേപ്പറിലാണ് ഇവിടെ കച്ചവടം. ഏത്? ഓക്കെ, അപ്പോൾ ശരി. എല്ലാം പറയണക്ക്. ഓക്കെ, ഇവിടെ പലതും ഒച്ച കേൾക്കും, ഒന്നും അനക്കം ആവിയൊന്നും. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മൾ കാർപ്പറ്റ് ഒന്ന് കുഴിച്ചാൽ ഇവിടെ ടൂളെവിടെ? ടൂളൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം. ഈ സ്പൂൺ ഇന്ന് നമ്മൾ ഈ സ്പൂൺ മാറ്റിയിട്ട് ഓക്കെ. എനർജി ഇല്ല. ഓക്കെ, എനർജിക്ക് കാശ് കൊടുക്കണം. ഓക്കെ, പോട്ടെ. കാർപ്പറ്റ് അടച്ചിടാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ഈ സ്പൂൺ മാറ്റിയിട്ട് ഒരു ഷവല് പോലത്തെ എന്തെങ്കിലുമൊക്കെ ആക്കണം. ലെവൻ്റെ ഒരു സാധനം ഇരിപ്പുണ്ടല്ലോ, നമ്മളത് വാങ്ങണം. ഓക്കെ, ഗാർഡിൽ പോരും. സ്പൂൺ ഒളിപ്പിച്ച് വെക്കട്ടെ. ഓക്കെ, സെറ്റ്. നമ്മുടെ ആളാണെങ്കിലും പുള്ളി നിയമത്തിൻ്റെ ജസ്റ്റ് മിസ് കേട്ടോ, പുള്ളി വന്നിട്ട് പോയി. നമ്മുടെ ആളാണെങ്കിലും പുള്ളി നിയമത്തിൻ്റെ കാര്യത്തിൽ കീറുകൃത്തിയാണ്. നമ്മൾ കയ്യിൽ നിന്ന് സോപ്പൊക്കെ വാങ്ങുമെങ്കിലും പുള്ളി അക്കാര്യത്തിൽ ഭയങ്കര സംഭവമാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതാണ്, എല്ലാ ശബ്ദം കണ്ടൊന്നും വരത്തില്ല. ഇതിപ്പോൾ ഒരുമാതിരി ഒരു സുഖമില്ലാത്ത കുഴിയാണ്. നമുക്ക് നല്ലൊരു കുഴി ഒഴിക്കണം. എന്തായാലും ഇവിടുന്ന് കുറച്ച് ഞങ്ങളൊക്കെ ഒപ്പിക്കാനുള്ളതാണല്ലോ. നമുക്ക് എനർജി ഇല്ല, നമുക്ക് എനർജി ഒപ്പിക്കണം. അതായത് ഫുഡൊക്കെ കഴിച്ചത് സെറ്റാണ്. അപ്പം അതിന് മുമ്പ് നോക്കട്ടെ, ഒന്നും കൂടെ തുറക്കാൻ പറ്റുമോ? ഇല്ല, എനർജി ക്യാഷ് കൊടുത്താൽ ആക്കാം, റിച്ച് ആയിക്കോണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സോപ്പും അതൊക്കെ ഒപ്പിക്കണം. അതെന്ത് ബിയർ ഒപ്പിയോ? എന്താണത്? പരസ്യം കാണണം പോലും. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ പരസ്യം കണ്ടുള്ള പരിപാടിയൊന്നുമില്ല. ഓക്കെ, ഇവിടെ എന്താ സംഭവം? എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലൈറ്ററാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഒപ്പിക്കണം. ഒരു 5 ഐറ്റംസ് ആണ് പറയുന്നത്. ഇതെന്താ? സ്പിനാച്ച്. ഒരു ക്യാൻ കിട്ടി. ഇതിനും വേണ്ടി എന്തുകൂടെ ഇത്? ഇവിടെ ഉള്ളതെല്ലാം മണ്ണിനടി കൊണ്ടാണ് കുഴിച്ചിരുന്നത്. ഫുള്ള് കോമഡി ആണല്ലോ. ആ കാര്യത്തിൽ കോമഡിയാണ് കേട്ടോ. ഇതെന്തോ ടൂളാണ് കേട്ടോ. ടൂൾ ഓർ സ്പൂൺ ഓർ സംതിങ്. ഓക്കെ, ഇത് മറ്റേ സ്പാനർ പോലത്തെ ചുറ്റിക പോലത്തെ അങ്ങനത്തെ എന്തൊക്കെയോ സാധനമാണ്. ഓക്കെ, നോക്കാം. വരുന്നുണ്ട്. ഓക്കെ, എനർജി ഇത്ര വിട്ടത് എന്തോന്നോ? പോരാ, ജയിൽ ഫുഡൊന്നും പോരാ. ഇവിടുത്തെ ഫുഡേ പോരാ. നമ്മൾ കാശ് കൊടുത്താണ് നമ്മൾ എനർജി കൂട്ടുന്നത്. ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒന്നും പോരാ എന്ന് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യണം. ജയിലറിനോട് പറഞ്ഞിട്ടൊന്ന് ശരിയാക്കണം. പൊറോട്ടയും ബീഫൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇതായതിന്. ഇതെന്താ? സോപ്പ് വരട്ടെ. സോപ്പാണ് ഇവിടെ. ഇത് മിക്കവാറും ഇവിടെ നിന്ന് നമ്മൾ കുഴിച്ച് തന്നെ റിച്ച് ആവും. ഒരു സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇൻവെൻട്രി ഫുള്ളായിരുന്നു. എന്നാലും ഈ വരുന്ന ആ ഒരു എന്താ പറയുക, നമ്മുടെ എന്തായാലും ജയിലർ മണ്ടനാണെന്ന് തോന്നുന്നു. നമ്മളിത് എവിടുന്ന് കൊണ്ടുവരുന്നതെന്ന് പുള്ളി ചോദിക്കത്തില്ല. പുള്ളി അത് നമുക്ക് വിറ്റ് കാശാക്കി തരും. അത് അങ്ങനെ ഒരു ബട്ടൻ. ഓക്കെ, ഒരുപാട് സാധനമായിട്ട് കേട്ടോ, ഒരുപാട് സാധനമായി. ഓക്കെ, സ്പൂൺ എളുപ്പിച്ച് വെക്കണം. കാർപ്പറ്റ് അടയ്ക്കണം. ഓക്കെ, എല്ലാം സെറ്റ്. ഇനി നമുക്ക് പുള്ളി വരുമ്പോൾ കച്ചവടം ഒന്ന് സെറ്റാക്കണം. അല്ലാതെ ഒന്നുമില്ല. പെട്ടെന്ന് 11 സെക്കൻഡ്. ഓക്കെ, പുള്ളി ഇവിടെ സൈഡിൽ മിഷീൻസ് ഇവിടെ സെൽ ഐറ്റം ടു ദ ഗാർഡ്. 5 ഐറ്റംസ് ഇവിടെ ഒരുപാട് കിട്ടുന്നുണ്ടല്ലോ. പ്രശ്നം കമാൺ വാർഡൻ കം ടു മീ. ഗട്ട് യു നോ. എന്നെ പിടിച്ചെന്നോ? കാർപ്പറ്റ് അടച്ച് സ്പൂണൊക്കെ മാറ്റി. കള്ളക്കളി. എന്തോടെ? ഞാൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്തതാണല്ലോ. പിന്നെ എന്തത്? എൻ്റെ കയ്യിൽ നിന്ന് സോപ്പ് വാങ്ങിച്ച് എന്നെ പറ്റിക്കാൻ നോക്കുന്നു. നമ്മൾ വീണ്ടും ഒന്നേന്നും പറഞ്ഞെല്ലാം ചെയ്യണമല്ലോ. ഇനി എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ. ഇനി നമ്മൾ ഒന്നേന്നും പറഞ്ഞതൊക്കെ മോശം പരിപാടിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇനി നമ്മൾ ഒന്നേന്നും പറഞ്ഞത് അതിലൊക്കെ പൊട്ടിച്ച് ഒന്നേന്നും പറഞ്ഞാൽ ആകെ കളിക്കണം. അത് കള്ളക്കളി. മോശം. നമ്മുടെ കാശ് വാങ്ങിച്ചിട്ട് അല്ല, നമ്മുടെ ഭാഗത്ത് തെറ്റ്. ഇവിടെ കുറേ മണ്ണ് കിടക്കുമല്ലോ. ഈ മണ്ണ് തെളിവ് നശിപ്പിച്ചില്ല നമ്മൾ. പുള്ളി വെറുതെ തെറ്റിദ്ധരിച്ചു. സോറി വാർഡൻ, എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. നമ്മൾ ഈ ഫ്ലഷ് അടിക്കണമല്ലോ, മണ്ണ് വാരിക്കൊണ്ടുവന്ന് ഈ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് അടിക്കണം. നമ്മൾ അത് ചെയ്തില്ല. നമ്മുടെ ഭാഗത്താണ് തെറ്റ്, അവരുടെ ഭാഗത്തല്ല. എന്നാലും പുള്ളിയോട് അങ്ങനെ പറയണ്ടായിരുന്നു. പുള്ളിക്ക് വിഷമമായെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ ഇനി പണിയെല്ലാം തുടങ്ങണം.
ഒന്ന് കുഴിച്ചെല്ലാം ഒന്നേന്നും പുറത്ത് സെറ്റാക്കണം. അപ്പോൾ നിങ്ങൾക്കത് ഈ പരിപാടിയെല്ലാം വീണ്ടും കാണുമ്പോൾ ബോറടിക്കും. അപ്പോൾ ഞാൻ ഒന്ന് കുഴിയൊക്കെ ഒന്ന് സെറ്റാക്കി പഴയ ഒരു പ്രൗഢിയോടെ, ആ കച്ചവട പ്രൗഢിയോടെ എത്തട്ടെ. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഞാനൊന്ന് കുഴിച്ചിട്ട് വരാം. ഓക്കെ. അങ്ങനെ നമ്മൾ വീണ്ടും എല്ലാം ഒന്ന് പൊളിച്ചടുക്കി തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ഈ പ്രാവശ്യം പണിയൊന്നും പറ്റരുത്, എല്ലാം സെറ്റായിരിക്കണം. അപ്പം നമ്മുടെ നേരത്തെ ഇതെല്ലാം നമ്മളിവിടെ കറക്റ്റായിട്ട് പാലിക്കണം. ഓക്കെ, നമ്മൾ ആദ്യം ഇതടയ്ക്കണം, ടൂൾ വയ്ക്കണം. ഓക്കെ, മണ്ണ് ഇതാണ് നേരത്തെ എന്നെ ചതിച്ചത്. മണ്ണ് വരെ ഫ്രഷ് അടിക്കണം. പോട്ടെ, കളക്ട്. ഓക്കെ, പോട്ടെ. സെറ്റ് എല്ലാം സെറ്റില്ലേ? സ്പൂൺ സെറ്റ്, കാർപ്പറ്റ് അടച്ചിട്ടുണ്ട്, ലെറ്റർ. ഇത് ഇംഗ്ലീഷ് ഫാസ്റ്റ് ആയത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ല, ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ബ്രിട്ടീഷുകാർക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ച് കൊടുക്കുന്നത് ഞാനാണ്. അത്രയും ഫസ്റ്റ് തന്നെ വായിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അത് നോർമൽ സ്പീഡിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ എല്ലാം സെറ്റ്, നോ പ്രോബ്ലം. ഓക്കെ. പയ്യന്മാരൊക്കെ വർക്കൗട്ട് ചെയ്യുന്നതാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജന്മനാ ലൈഫ് ഫിറ്റ് ആയതുകൊണ്ട് വർക്കൗട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏതാ ഇത്? ഏത് ടൈപ്പ് വർക്കൗട്ട് ഉള്ളത്? പുഷപ്പ് അടിക്കുന്നു, ചാടി നീറ്റു. കൊള്ളാം. എല്ലാവരും എന്താ ചത്ത? അവിടുത്തെ അനക്കാക്കിട്ടാ. അയ്യോ, അവൻ എന്തു പറ്റി? അവന് എപ്പോഴും മോനിടാ. അനക്കുണ്ട്. കുറച്ച് സാധനങ്ങൾ വിൽക്കാറുണ്ട്. നേരത്തെ ചെറുതായിട്ടൊന്ന് നിങ്ങൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന്. ഓക്കെ, ബർഗെയിൻ, നെഗോഷിയേറ്റ്. എത്ര തരാൻ പറ്റും? ഓക്കെ, അത്ര എൻ്റെ കാശില്ല. ഓക്കെ, കുറച്ചും കൂടെ ഒരു. ഓക്കെ, സെറ്റ്. ഒന്നും പോരാ. ഓക്കെ, 30 സെക്കൻഡ് ഒന്നും കുഴപ്പമില്ല, എന്നെ പ്രോബ്ലം. സാധനമൊക്കെ വിറ്റിട്ടുണ്ട്. ഇനി പയ്യന്മാരായി നമുക്ക് സാധനം വേണം. ഓക്കെ, എത്രടാ? ഒരു മോനെ പെട്ടെന്ന് തടായത് വെച്ച് വേണം എനിക്ക് കുഴിച്ചൊന്ന് സെറ്റാവാൻ. ഇതെന്ത് ഇത്? ഓക്കെ, നിൻ്റെ എന്തുണ്ട്? എനർജി ഫുള്ളാക്കാനുള്ള സെറ്റപ്പ്. താ എനർജി ഫുള്ള് വേണ്ട. ബാഗ് ഇപ്പോൾ വേണ്ട. ഓക്കെ, നമുക്ക് കയറും ഇപ്പം തൽക്കാലം വേണ്ട, പിന്നെ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, നമ്മുടെ സ്പൂണപ്പം മാറി ഷവൽ പോലത്തെ സാധനമായിട്ടുണ്ട്. സംഭവം സെറ്റ്. ട്രേഡ് ഫോർ എ ബെറ്റർ ബാഗ്. ബാഗ് വാങ്ങണമായിരുന്നിട്ട്. സോറി, നമ്മളറിഞ്ഞില്ല. പൊന്നുമനെ ബാഗ് ആർക്കും കൊടുക്കലടാ, ഞാൻ തന്നെ വരാം. നോ പ്രോബ്ലം, എനിക്ക് തന്നെ തരണം. ഓക്കെ, അടയ്ക്കാൻ വന്നതാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇനി നമ്മുടെ ഷവൽ നമ്മൾ വാങ്ങിച്ച സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പവർ എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ലക്ഷ്യം. ഓക്കെ, എങ്ങനെയുണ്ട്? ഏതാ? കൊള്ളാം. സ്പൂണേക്കാൾ നല്ലതാണ്. ഇനി ഇത് വെച്ച് വേണം നമ്മൾ ഇവിടെ മൊത്തം ഒന്ന് പൊളിച്ചടുക്കി രക്ഷപ്പെടാൻ. അതിന് മുമ്പിൽ അവനുമായിട്ട് വിറ്റ് ഒരു കച്ചവടമൊക്കെ ആയിട്ട് നമ്മുടെ പോലീസുകാരൻ്റെ ആയിട്ടൊരു ഇടപാടൊക്കെ ഒന്ന് സെറ്റാക്കി കുറച്ച് റിച്ച് ആവണം പുറത്തിറങ്ങുമ്പോഴേ. എന്തത്? ഓക്കെ, വേറെ സോപ്പാണ് ഇവിടെ. ഇതിനു വേണ്ടി സോപ്പ് എന്താണെന്ന് എനിക്കറിയില്ല. സോപ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു ബിൽഡിങ്ങിൻ്റെ അടിത്തറ ഇവിടെ നിൽക്കുന്നത്. മൊത്തം സോപ്പാണ്. ഇതിനു വേണ്ടി സോപ്പ്. പിന്നെ പോലീസുകാരുടെ മണ്ടനായോട് ചോദിക്കത്തില്ല നമ്മളിത് എവിടെ നിന്നാണ് എടുക്കുന്നത്. അതാണ് ഇവിടെ അകത്ത് സൂപ്പർ മാർക്കറ്റ് വല്ല തുറന്നുകൊണ്ട് നടത്തില്ല. ഇത് ഞാൻ എവിടെ നിന്ന് കൊണ്ട് കൊടുത്താലും പുള്ളി കണ്ണും പൂട്ടി വാങ്ങിച്ച് കാശ് വയ്ക്കും. അത് അగ్గൊരു മണ്ടൻ, അగ్గൊരു പോലീസുകാരാണ്. എവിടെ നിന്നൊന്നും ചോദിക്കത്തില്ല. പക്ഷെ പുറത്ത് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി അപ്പം ഒരു കൊമ്പത്ത പോലീസുകാരുണ്ടാവും. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഓക്കെ, ബൈനോക്കുലർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് കുഴിക്കാൻ വരുന്നുണ്ട് കേട്ടോ. സെറ്റ്. അടിപൊളി. എനർജി പോയി. പണിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ സംഭവമൊക്കെ അടച്ചു വെച്ചിട്ട് നമുക്കിനി വേറെ കലാപരിപാടികളിലേക്ക് പോവാം. ഓക്കെ, ധാരാളം വയ്ക്കാം. ഓക്കെ, മണ്ണൊക്കെ വാരി. മണ്ണാണ് പ്രശ്നം. എനിക്ക് ഇരട്ടിപ്പണിയാക്കിയ സാധനമാണ് ഈ മണ്ണ്. ഓക്കെ, വിൽക്കാനുള്ളതൊക്കെ പറക്കി അത്തോട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി മണ്ണും കൂടെ വാരി വയ്ക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇനി ഒരു ബാഗൊക്കെ വാങ്ങണം നമുക്ക്. അപ്പം അതിന് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പം അവസ്ഥയാണ്. ഉടനെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. രക്ഷപ്പെടുകയില്ല. നമ്മളിന്ന് ഷവലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബാഗും ബാക്കി പരിപാടിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോ സെറ്റാക്കാം. അടുത്ത വീഡിയോ വരുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളാണ് നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് നമ്മൾ വലിയ 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 യൂട്യൂബർ ആക്കേണ്ടത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പോലീസുകാരെ പോയിട്ട് പിന്നെ ഞാൻ വീഡിയോ നിർത്തുകയാണ്. പിന്നെ ഓക്കെ. അപ്പോൾ ഇതിന് മുമ്പ് നെഗോഷിയേറ്റ് ചെയ്തിട്ട് കുറച്ച് ടോയ്ലറ്റ് പേപ്പർ വെച്ചേക്കാം. ഒരു 27 പോരട്ടെ. ബാർഗനൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു പോലീസുകാർ. ഇതാണ് നമ്മൾ സ്വപ്നം കണ്ട ജയിൽ. ഓക്കെ, 30 സെക്കൻഡ് കഴിഞ്ഞ് വന്നോളൂ. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ഇവൻ്റെ എന്ത് വാങ്ങാൻ പറ്റുന്നത്? ഇനി എന്ത് കരണ്ടിയുടെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ബാഗ്. ഓക്കെ, നമ്മൾ ബാഗ് വാങ്ങിച്ചു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നിൽക്കേണ്ട. ഇപ്പോഴേ ഞങ്ങൾ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. എന്തിനാണ് ബാഗ് വാങ്ങാൻ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.